എൻ്റെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ട് അത്യാവശ്യം ദിവസമായി. പക്ഷെ ഇപ്പോഴാണ് ഞാൻ ഈ ഒരു വ്ളോഗും കാര്യങ്ങളൊക്കെ എടുത്തിടുന്നത്. കാരണം ഞാൻ ഫസ്റ്റ് ഷോപ്പിങ്ങിന് പോയ സമയത്ത് ഞാൻ അധികം സാധനങ്ങളൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. സെക്കൻഡ് ഒരു പ്രാവശ്യം കൂടെ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഫസ്റ്റ് മാഡം പറഞ്ഞ ബുക്സ് ആയിരുന്നില്ല പിന്നെ എനിക്ക് വേണ്ടി വന്നത്. അതെന്താണ് കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും വീഡിയോയുടെ ഇടയിൽ ഞാൻ പറയുന്നുണ്ട്. 2 ദിവസത്തെ ക്ലിപ്പ് എനിക്ക് എടുക്കാനും പറ്റിയില്ല. ഫസ്റ്റ് ഡേ ഷോപ്പിങ്ങിന് പോയത് മാത്രമേ അതിനകത്തുള്ളൂ. സെക്കൻഡ് ഡേയുടെ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ ഇവിടെ മാഡം പറഞ്ഞത് എന്താ, അക്കൗണ്ടൻസിയുടെ ക്ലാസ് ആയിരുന്നു ഫസ്റ്റ് ഡേ ഉണ്ടായിരുന്നത്. ആ ക്ലാസ്സിൽ മാഡം പറഞ്ഞു, നിങ്ങൾക്ക് എന്താ വലിയ മറ്റേ കിങ് സൈസ് ബുക്ക് അക്കൗണ്ടൻസിക്ക് വേണം, 2 എടുക്കാൻ പറഞ്ഞു. പിന്നെ ബാക്കിയുള്ളതിനൊക്കെ ചെറിയ ബുക്ക് മതിയായിരിക്കും എന്നാണ് മാഡം പറഞ്ഞത്. അങ്ങനെ ഞാൻ അക്കൗണ്ടൻസിക്ക് വേണ്ടി ഇതാ കാണുന്ന ആ ബുക്കും പിന്നെ 2 ബുക്ക് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. 2 ബുക്ക് മാത്രം വലുതെടുത്തു, ബാക്കിയെല്ലാം ചെറുത് എടുത്തിട്ടുണ്ടായിരുന്നു. ചെറുതൊരു 5 എടുത്തിട്ടുണ്ടായിരുന്നു. അതെടുത്തിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ സെക്കൻഡ് ഡേ ക്ലാസ്സിൽ പോയപ്പോഴാണ് ബാക്കിയുള്ള ടീച്ചേഴ്സ്മാരൊക്കെ കണ്ടിട്ട് അവർ പറഞ്ഞത്, ഇങ്ങനൊന്നുമല്ല, ബാക്കിയുള്ള സബ്ജക്ട്സിനും കിങ് സൈസ് ബുക്ക് തന്നെയാണ് വേണ്ടതെന്നൊക്കെ പറഞ്ഞു. പിന്നെ അവിടെ ഞാൻ പോയ സമയത്ത് അവിടെ എനിക്കിങ്ങനെ സ്പൈറൽ ബുക്സ് ഭയങ്കര ഇഷ്ടം. അപ്പം ഞാൻ അതൊക്കെ ഞാൻ നോക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഓരോ അമ്മേനെ കാണിക്കുമ്പോൾ അമ്മ കണ്ണിലിട്ട് പേടിപ്പിക്കുക, അപ്പം തന്നെ അതുപോലെ തന്നെ തിരിച്ചെടുത്ത് വെക്കുന്നുണ്ടായിരുന്നു. അപ്പം ഷോപ്പിങ്ങും പിന്നെ എനിക്ക് എന്തായാലും എൻ്റെ ലഞ്ച് ബോക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും ഞാൻ എൻ്റെ അവസാനത്തെ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. ലഞ്ച് ബോക്സ് ഏതെടുത്തത്, വാട്ടർ ബോട്ടിൽ ഏതെടുത്തതെന്നൊക്കെ ഞാൻ എന്തായാലും കാണിച്ചു തരാം. എൻ്റെ ഹോൾ ലാസ്റ്റിനെല്ലാം എന്തൊക്കെയാണ് എടുത്തതെന്നൊക്കെ കാണിക്കുന്നുണ്ട്. അതിനകത്ത് എന്തായാലും ലഞ്ച് ബോക്സും വാട്ടർ ബോട്ടിലും കാണിച്ചിട്ടില്ല. ഞാൻ ഇപ്പോൾ എടുക്കുന്ന കൂട്ടത്തിൽ തന്നെ ഏതാണതെന്ന് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഹൈലൈറ്റേഴ്സും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. കാരണം ഞാൻ ഹൈലൈറ്റർ ഒക്കെ ഉപയോഗിച്ചിട്ട് കുറേ നാളായി. കുറച്ചധികം നാൾക്ക് ശേഷമാണ് ഹൈലൈറ്റേഴ്സൊക്കെ എടുക്കുന്നത് തന്നെ. എനിക്ക് ഈ 10th എനിക്ക് അതിലൂടെ വെറുപ്പായിരുന്നു. എന്തോ ഇതൊക്കെ വാരി വലിച്ചിട്ട് ഞാൻ മര്യാദയ്ക്ക് പഠിക്കില്ല എന്നൊരു തോന്നലൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അതൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ 11th ആയപ്പോഴേക്കും എനിക്ക് എന്തോ ആ സമയത്ത് അങ്ങനെ തോന്നി അത് എടുത്തേക്കാം, ഇനി ഹൈലൈറ്റേഴ്സ് ഒക്കെ ഉപയോഗിക്കാന്നൊക്കെ വിചാരിച്ചു. അതുപോലെ തന്നെ ഞാൻ ഈ ഒരു കുട എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ലാസ്റ്റ് കാണിക്കുമ്പോൾ ഈ കുട ഒന്നും ഞാൻ കാണിച്ചിട്ടില്ല. ഈ കുടയും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കുടയൊക്കെ എടുത്തത്. പക്ഷെ അതിനുശേഷം മഴയ്ക്ക് മഴയും പെയ്തിട്ടില്ല. മനുഷ്യന് ഈ കുട മഴയത്ത് ഉപയോഗിക്കാനും പറ്റില്ല. വെയിലായിരുന്ന സമയത്താണ് ഞാൻ ഈ കുട ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ഈ കുടയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ അവിടെ എന്താ കുറെ സ്റ്റോറി ബുക്സ് ഒക്കെ മറ്റേ എന്താ ഞാൻ വായിക്കുന്ന ടൈപ്പ് കുറെ ബുക്കുകളൊക്കെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഏത് കുട എടുക്കേണ്ട കളറൊക്കെ നോക്കിയിട്ടൊക്കെയാണ് ഞാൻ കുട എടുത്തത്. ലാസ്റ്റ് ആ നീല തന്നെ എടുക്കാന്ന് വിചാരിച്ച് നീല എടുത്തു. പിന്നെ ഞങ്ങൾ നേരെ പോയത് ലഞ്ച് ബോക്സ് എടുക്കാനാണ്. ലഞ്ച് ബോക്സ് എനിക്ക് ആഗ്രഹം മറ്റേ ഉള്ളില് എനിക്ക് മറ്റേ കറിപ്പാത്രം വെച്ചുകൊണ്ട് പോകുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതിന് വരെ അതിൻ്റെ അകത്ത് തന്നെ ഇങ്ങനെ കാണുമല്ലോ, ഇങ്ങനെ മേളിൽ ഇങ്ങനെ വെക്കാൻ പറ്റിയ ടൈപ്പ്. അതാണ് ഞാൻ ഈ തുറന്ന് ഓരോ പാത്രങ്ങൾ ഞാൻ കാണുന്നതൊക്കെ തുറന്ന് നോക്കുമായിരുന്നു. ഇതിനകത്തുണ്ടോ അതിനകത്തുണ്ടോ, എനിക്ക് ഇങ്ങനത്തെ ടൈപ്പാണ് ഇഷ്ടം. അപ്പോൾ ഒരു വലിയ പാത്രം നോക്കി എടുക്കാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കുറേ നോക്കിയിട്ട് ലാസ്റ്റ് ഒരെണ്ണം ഫൈനലൈസ് ചെയ്തത്. അങ്ങനെ ലാസ്റ്റ് നോക്കി ഈ ഒരു പാത്രമാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത്. എനിക്ക് ഇങ്ങനത്തെ മേളിൽ ഇത് വേണം, അതാകുമ്പോൾ വേറൊരു കറിപ്പാത്രം കൊണ്ടുപോകേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ ഞാൻ അത് ഫൈനലൈസ് ചെയ്തു. പിന്നെ പൗച്ച് നോക്കുന്നുണ്ടായിരുന്നു. പൗച്ച് ഞാൻ ഏതാ എടുത്തതെന്നൊക്കെ ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഞാൻ കുറേ നോക്കിയിട്ട് എനിക്ക് ആ ഒരു പൗച്ച് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ലാസ്റ്റ് ഇഷ്ടപ്പെട്ട പൗച്ച് തന്നെ അങ്ങോട്ട് എടുത്തു. ഞാനൊരു പൗച്ചൊക്കെ ഫൈനലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അല്ലാണ്ട് അവിടെ ഉള്ള ഏതൊക്കെയാണ് വേറെ പൗച്ചുകളൊക്കെ ഉള്ളതെന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. കുറേ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ എവിടെ പോയെന്ന് ഇതുവരെ പറഞ്ഞില്ല. ഞാൻ HNCയിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടെ അത്യാവശ്യം കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ HNCയിൽ പോയിട്ടാണ് എല്ലാം എടുത്തിട്ടുള്ളത്. പിന്നെ ഈ വാട്ടർ ബോട്ടിലും കാര്യങ്ങളൊക്കെ നോക്കാൻ തുടങ്ങി. വാട്ടർ ബോട്ടിൽ എൻ്റെ അമ്മ മര്യാദയ്ക്ക് പറഞ്ഞു, നീ ഈ ഭംഗി നോക്കിയിട്ട് എടുക്കരുത്, എന്നാൽ ക്വാളിറ്റി ഉള്ളത് മര്യാദയ്ക്കുള്ളതൊക്കെ നോക്കിയെടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മര്യാദയ്ക്ക് നോക്കിയെടുക്കുമായിരുന്നു. എൻ്റെ കയ്യിരിക്കുന്ന ആ ഒരു കുപ്പിയാണ് എന്തായാലും ഞാൻ ഫൈനലൈസ് ചെയ്തത്. എനിക്ക് ആ ഒരു കുപ്പി ഒത്തിരി ഇഷ്ടപ്പെട്ടു. കണ്ടപ്പോൾ തന്നെ എൻ്റെ അമ്മയും പറഞ്ഞു ആ ഒരു കുപ്പി കൊള്ളാമെന്ന്. അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ ആ ഒരു കുപ്പി എടുത്തു. പിന്നെ അവിടെ എന്താ ബുക്കും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് എൻ്റെ ബുക്ക് അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് നോക്കുന്നുണ്ടായിരുന്നു ആ ബുക്ക് അവിടെ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ. എല്ലാവിധ ക്ലാസ്സുകളുടെ ബുക്സും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെയൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കുമായിരുന്നു. എനിക്കാണെങ്കിൽ സീനിയേഴ്സിൻ്റെ നിന്ന് വാങ്ങിക്കാന്നുള്ളൊരു മൈൻഡ് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ വലുതായിട്ട് നോക്കിയില്ല. പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ എക്കണോമിക്സും അതും ഇത് ബുക്കുകളും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തെടുത്ത് നോക്കുന്നുണ്ടായിരുന്നു. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ബാങ്കുകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഞാനപ്പോൾ അതൊക്കെ എടുത്ത് നോക്കി. അക്കൗണ്ടൻസിയുടെയും എല്ലാത്തിൻ്റെയും ഉണ്ടായിരുന്നു, ബിസിനസ്സിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു. ഓസ്വാൾഡിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻ ബാങ്കും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കുമായിരുന്നു. അതിനകത്ത് എന്തൊക്കെയുള്ളതെന്നൊക്കെ നോക്കുമായിരുന്നു. കാരണം നമുക്കൊരു ഐഡിയ ഇല്ലല്ലോ ഇതിനെ പറ്റിയിട്ടൊന്നും പ്രോപ്പറായിട്ട്. അപ്പോൾ ഞാൻ ഓരോന്നും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുമായിരുന്നു. ഈ ടെക്സ്റ്റൊക്കെ ഇനി പഠിക്കേണ്ടി വരുമല്ലോ, ഇതൊക്കെ എനിക്ക് പഠിക്കാനുള്ളതാണല്ലോ എന്നൊക്കെ രീതിയിൽ ഞാനിങ്ങനെ അതൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. ഈ കണ്ടിട്ട് തന്നെ എനിക്ക് ഇതൊക്കെ ഇനി പഠിക്കേണ്ടി വരുമല്ലോ എന്ന് ഇപ്പം ആലോചിക്കുമ്പോൾ ഒരു പേടി.
ഞങ്ങളുടെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇപ്പോൾ 3 ദിവസം ഞങ്ങളുടെ ക്ലാസ് ഉണ്ടായിരുന്നു. ഞാൻ പഠിക്കുന്നത് KV തന്നെയാണ്. നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു KV തന്നെയാണോ, KV സ്റ്റാർട്ട് ചെയ്തിരുന്നു എന്നൊക്കെ. എൻ്റെ എൻ്റെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഇന്നും കൂടെ കൂട്ടിയിട്ട് ഇപ്പോൾ 3 ദിവസമായിട്ടുണ്ട്. എൻ്റെ 31st സ്റ്റാർട്ട് ചെയ്തതാണ്. 31st ഞങ്ങളുടെ സത്യം പറഞ്ഞാൽ 29th സ്റ്റാർട്ട് ചെയ്യേണ്ടായിരുന്നു. മഴയും കാര്യങ്ങളായതുകൊണ്ടാണ് ഇത്ര ലേറ്റ് ആയത്. മഴ ആയതുകൊണ്ട് തന്നെ 29th ഉണ്ടായിരുന്നില്ല, 30th ഉണ്ടായിരുന്നില്ല. അങ്ങനെ 31st സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ജൂൺ 2-ാം തീയതി 3-ാം തീയതി ഇപ്പം ഞാൻ ക്ലാസ്സിൽ പോയിട്ടുണ്ട്. പിന്നെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. അത്യാവശ്യം നന്നായിട്ട് പഠിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ വിചാരിച്ചത് പോലല്ല, അത്യാവശ്യം കുറച്ച് പാടാണ് പഠിക്കാനൊക്കെ. പഠിച്ചിട്ട് വലിയ ഇതായിട്ട് തോന്നില്ല. പിന്നെ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് സയൻസിന്റെ ബുക്കാണ് അതൊന്നും പറഞ്ഞിട്ടാണ്. എനിക്ക് ആ സ്ഥലത്തേക്ക് ഇനി പോകണ്ടല്ലോ എന്നുള്ള സന്തോഷത്തിലാണ് അത് കാണിച്ചു തന്നത്. ഞാൻ സയൻസിന്റെ എല്ലാത്തിൻ്റെ ബുക്കുകൾ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഫ്രണ്ടിലേക്ക് പോയിട്ടാണ് എൻ്റെ സ്റ്റോറീസിന്റെ ഞാൻ വായിക്കുന്ന ബുക്കുകളൊക്കെ കാര്യങ്ങളും കണ്ടത്. അത് കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ അടിപൊളി, ഇനി ഇവിടെ വന്നിട്ട് ഇനി ബുക്ക് എടുക്കാന്നുള്ളൊരു മൈൻഡായി. പിന്നെ ഫയലുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഫയലും കാര്യങ്ങളൊക്കെ സെറ്റാണ്. കാരണം എൻ്റെ 10ലെ മെറ്റീരിയൽസ് ആയിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. അതൊക്കെ ഞാൻ കൊടുത്തപ്പോഴേക്കും എൻ്റെ മിക്ക ഫയലുകളും കാലിയായി. അങ്ങനെ എനിക്ക് ഫയലും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ട്. ഞാൻ ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, ഫയൽ ഇല്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട്. പക്ഷേ എല്ലാം ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. എൻ്റെ ബുക്കുകളും കാര്യങ്ങളൊക്കെ ഇനി അറേഞ്ച് ചെയ്യാനൊക്കെ ഉണ്ട് എനിക്ക്. ഇവിടെ എൻ്റെ സ്റ്റഡി ഏരിയ ഒക്കെ എനിക്ക് സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഏതായാലും വഴിയേ വരുന്നതായിരിക്കും. പിന്നെ ഇവിടുന്ന് എടുത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ തന്നെ ഞങ്ങൾ ഹോളിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്തൊക്കെയാണ് അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതെന്നൊക്കെ കാണിച്ചു തരാം ഞാൻ. ഫസ്റ്റ് ഈ ബുക്ക് പൊതിയാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് ഇതൊക്കെ. ഞങ്ങളുടെ ടീച്ചർ പറഞ്ഞിട്ട് വാങ്ങിച്ചതാണ്. ഇങ്ങനത്തെ കളറൊക്കെ വേണം, ഓരോ ബുക്കിനും വേറെ കളറൊക്കെ ആണെന്നൊക്കെ പറഞ്ഞ്. അപ്പം ഇത് അങ്ങനെ വാങ്ങിച്ചതാണ്. അതുപോലെ തന്നെ 2 ഹൈലൈറ്റർ വാങ്ങിച്ചു. കാരണം ഞാൻ കുറച്ചധികം നാളെ ഹൈലൈറ്റേഴ്സ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ യൂസ് ചെയ്തിട്ട്. ലാസ്റ്റ് ടൈം യൂസ് ചെയ്തത് ഐ തിങ്ക് 8th അല്ല 8th-ലോ 9th-ലോ വല്ലതും ആയിരിക്കും. 10th എന്തായാലും ഉപയോഗിച്ചിട്ടില്ല. പിന്നെ റബ്ബർ കാണാത്തതുകൊണ്ട് ഞാൻ ഒരു വലിയ റബ്ബർ തന്നെ നോക്കി വാങ്ങിച്ചു. പിന്നെ ഞങ്ങൾ ക്ലാസ് തുടങ്ങിയ സമയത്ത് ഞാൻ ഫസ്റ്റ് ക്ലാസ് അക്കൗണ്ടൻസി മാത്രമേ ഞങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നുള്ളൂ ഫസ്റ്റ് ഡേ. അപ്പോൾ അത് മാത്രമേ നടന്നുള്ളൂ, അക്കൗണ്ടൻസിയുടെ മാത്രമേ ക്ലാസ് ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ മാഡം പറഞ്ഞത് അക്കൗണ്ടൻസിക്ക് വലിയ ബുക്ക് വേണമെന്നാണ്. 2 ബുക്ക് വേണം അക്കൗണ്ടൻസിക്ക്, ഹോംവർക്കും ക്ലാസ്സും. അപ്പം അങ്ങനെ ഞാൻ അക്കൗണ്ടൻസിക്ക് വേണ്ടിയിട്ട് അതുപോലെ വലിയ ബുക്ക് വാങ്ങിച്ചു. പിന്നെ ബാക്കിയുള്ളതിനൊക്കെ ചെറിയ ബുക്ക് മതിയായിരിക്കും എന്ന് മാഡം പറഞ്ഞു. അങ്ങനെ 5 എണ്ണം ഞാൻ ചെറുത് വാങ്ങിച്ചു. 5 എണ്ണം ചെറുതിരിക്കട്ടെ എന്ന് വെച്ചാൽ ചെറുത് വാങ്ങിച്ചു. പക്ഷേ ഇപ്പം ക്ലാസ്സൊക്കെ 4-ാമത്തെ ദിവസമായി. 4-ാമത്തെ ദിവസമായെന്ന് തോന്നുന്നു. 4 ദിവസമായി ക്ലാസ് തുടങ്ങിയിട്ട്. ബാക്കി ടീച്ചേഴ്സ്മാരും പറയുന്നത് അവർക്കും വലിയ ബുക്ക് തന്നെയാണ് വേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വലിയ ബുക്ക് വേറെ സെറ്റ് ഞാൻ വാങ്ങിച്ചു. അങ്ങനെ വലിയ ബുക്കിൻ്റെ തന്നെ ഒരു സെറ്റ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ഞാൻ വാങ്ങിച്ചു. അതിനകത്ത് 6 എണ്ണം ഉണ്ട്. 6 എണ്ണം വരുന്ന വലിയ ബുക്കാണ്. അതുപോലെ തന്നെ ഞാൻ സീനിയേഴ്സിനോട് ചോദിച്ചിട്ട് ബുക്ക് അവരുടെ നിന്ന് വാങ്ങിക്കാനാണ് വിചാരിച്ചത്. പക്ഷെ അവർക്ക് തരാൻ നിവർത്തിയില്ല. മിക്കവർക്കും ബുക്സ് ഒന്നും തരാനുള്ള നിവർത്തിയില്ല. കാരണം അവർ പേഴ്സ്യൂ ചെയ്യാൻ പോകുന്ന 12th കഴിഞ്ഞവർ ചെയ്യാൻ പോകുന്നതിനകത്ത് അവർക്ക് 11th-ഉം 12th-ന്റെയും അക്കൗണ്ടൻസി, ബിസിനസ്, എക്കണോമിക്സിൻ്റെ ഒക്കെ ബുക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ മിക്കവർക്കും തരാൻ പറ്റിയില്ല. പിന്നെ കുറേ പേരൊക്കെ ഓൾറെഡി കൊടുത്തു. അപ്പോൾ ഞാൻ ലേറ്റ് ആയിട്ടാണ് ചോദിച്ചത്. അപ്പം അങ്ങനെ എനിക്ക് IP-യുടെ മാത്രം ബുക്കാണ് കിട്ടിയത്. ബാക്കി എല്ലാത്തിൻ്റെ ബുക്കും ഞാൻ വാങ്ങിക്കായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിനകത്തുണ്ട്, ഞാൻ കാണിച്ചു തരാം. IP-യുടെ മാത്രം ഞാൻ വാങ്ങിച്ചു, ബാക്കി എല്ലാത്തിൻ്റെയും IP-യുടെ മാത്രം ഞാൻ വാങ്ങിച്ചില്ല, ബാക്കി എല്ലാത്തിൻ്റെയും ഇപ്പോൾ പോയിട്ട് വാങ്ങിച്ചു. ഇതാണ് എൻ്റെ ബുക്സ്. ഓക്കെ, ഇതാണ് എൻ്റെ ബുക്സ്. ഫസ്റ്റ് ഓഫ് ഓൾ ബിസിനസ് സ്റ്റഡീസിൻ്റെ NCERT ആണ് എല്ലാം വാങ്ങിച്ചേക്കുന്നത്. NCERT. പിന്നെ അക്കൗണ്ടൻസിയുടെ 2 ബുക്ക് ഉണ്ട്. അക്കൗണ്ടൻസി ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് തന്നെ പാർട്ട് 1, പാർട്ട് 2. പാർട്ട് 2 ചെറുതാണ്, പാർട്ട് 1 നല്ല വലുതാണ്. അതിത്രയും. പിന്നെ ഇംഗ്ലീഷിന് അതുപോലെ 2 ബുക്ക് ഉണ്ട്, ഹോൺബിലും സ്നാപ്ഷോട്ടും. അപ്പോൾ ഞങ്ങളുടെ ഇതിനകത്ത് ഫസ്റ്റ് ചാപ്റ്റർ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മാഡം. ഫസ്റ്റ് ചാപ്റ്ററൊക്കെ ക്ലാസ്സിൽ എഴുന്നേപ്പിച്ച് എന്നോട് വായിക്കാനൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇത് 2ഉം. അതുപോലെ തന്നെ ഇതുപോലെ തന്നെ എക്കണോമിക്സിനും 2 ബുക്ക് ഉണ്ട്. സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫ് എക്കണോമിക്സും പിന്നെ ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ എക്കണോമിക്സും. അങ്ങനെ 2 ടെക്സ്റ്റ് ബുക്കാണ് എക്കണോമിക്സിനും അക്കൗണ്ടൻസിക്കും ഉള്ളത്. ബിസിനസ്സിന് പറഞ്ഞേ ഉള്ളൂ. പിന്നെ നെയ് സ്ലിപ്പ് ഞാൻ ഇത് കണ്ടപ്പോൾ എനിക്ക് അവിടെ ഇഷ്ടപ്പെട്ടു. പിന്നെ എൻ്റെ നെയ് സ്ലിപ്പ് തീരാറായെന്ന് തോന്നുന്നു. 2 എണ്ണം വല്ലതും കാണുള്ളൂ എൻ്റെ ഉള്ളതിനകത്ത്. അത് പ്ലെയിൻ ആണ്. അപ്പം
ഇതെനിക്ക് ഇങ്ങനത്തെ കളർ കണ്ടപ്പോഴേക്കും ഇഷ്ടപ്പെട്ടു. ഞാൻ കളർഫുൾ ആയിട്ടുള്ളൊന്നും വാങ്ങിക്കാൻ എനിക്ക് വലിയ താല്പര്യമില്ല, പക്ഷെ ഇതെനിക്ക് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. അങ്ങനെ 2 എണ്ണം ഇതിലെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പുതിയൊരു പൗച്ച് വാങ്ങിച്ചു. ഞാൻ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് 10th സ്റ്റാർട്ടിങ് ടൈമിൽ ഞാനൊരു ട്രാൻസ്പെറൻറ്റ് പൗച്ച് വാങ്ങിച്ചു. അതെൻ്റെ പൗച്ച് നേരത്തെ ഉണ്ടായിരുന്നത് ചീത്തയായി പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ട്രാൻസ്പെറൻറ്റ് പൗച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ 10th ത്രൂ ഔട്ട് ഞാൻ അത് തന്നെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പിന്നെ എൻ്റെ എക്സാമിൻ്റെ സമയത്തും നമുക്ക് വേറെ പൗച്ച് വാങ്ങിക്കണ്ടായിരുന്നു. ട്രാൻസ്പെറൻറ്റ് പൗച്ചാണ് CBSE എക്സാമിനേഷൻ ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടത്. പിന്നെ അത് ചീത്തയാവാൻ തുടങ്ങി, കാരണം അതിൻ്റെ ട്രാൻസ്പെറൻറ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അഴുക്കൊക്കെ വരുമല്ലോ, അങ്ങനെ ചീത്തയാവാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യത്തേക്ക് ഞാൻ ഈ ഒരു പൗച്ചാണ് വാങ്ങിച്ചിട്ടുള്ളത്. എനിക്ക് പൗച്ച് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ എൻ്റെ പഴയ കീ ചെയിൻ ഞാൻ ഇതിനകത്തോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, അത് വാങ്ങിച്ചു. പിന്നെ എൻ്റെ 10th സ്റ്റഡി വ്ലോഗ്സ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ, ലൈക്ക് സ്റ്റാർട്ടിങ് തൊട്ടേ കണ്ടിട്ടുണ്ടെങ്കിൽ, ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ള പേന് ഇതാണ്. ആൻഡ് ഇത് വന്നിട്ട് ഈ സാധനം വായിച്ചു വരുമ്പോൾ വേറെ വല്ല ആയിപ്പോവും, നിങ്ങൾ വേണമെങ്കിൽ നോക്കിക്കോളൂ. അപ്പോൾ ഈ പേന അടിപൊളി പേനയാണ്, ബോൾ പെന്നാണ്, അടിപൊളി പേനാണ്. എൻ്റെ ഫേവറേറ്റ് പേനയാണ്. ഞാൻ അതിൻ്റെ ഒരു 2 സെറ്റായിട്ടാണ് ഞാൻ വാങ്ങിച്ചത്, ബ്ലാക്കും ബ്ലൂവും സെപ്പറേറ്റ്. ഇപ്പം തീർന്ന് ഞാൻ ബ്ലാക്ക് ഉൾപ്പെടെ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ബ്ലാക്കും ഇരിപ്പുണ്ട്, പിന്നെ ബാക്കി നീലയാണുള്ളത്. അപ്പോൾ എല്ലാം ഇതിനകത്താണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഇത്രയും ഐറ്റംസ് ആണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ഒത്തിരി ഉള്ള ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.